കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. വർഗീയത കൈവിട്ട് തുടങ്ങിയോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ സമൂഹത്തെ മൊത്തം ഇങ്ങനെ കുറ്റക്കാരാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഞാനിത് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കമന്റ് ചെയ്യുന്നുണ്ട്. മീനാക്ഷിയെ കാക്ക കൊത്താൻ സാധ്യതയുണ്ട്. കിട്ടായിരുന്നോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ. എന്ത് തോന്നുന്നു കണ്ടപ്പോ? എനിക്ക് ആ സ്പെസിഫിക് കാക്കേനെ പറ്റി അറിയില്ല. എനിക്കറിയുന്ന കാക്കകളെ എനിക്കറിയാം. പക്ഷെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് കാക്ക? കരുതലാണെങ്കിൽ കാക്ക ആവേണ്ട കാര്യമില്ല. നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? കരുതലാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, എല്ലാ ആൾക്കാർക്കും ഇത് പലതും കമന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇടുന്ന പോസ്റ്റിന് നല്ല അഭിപ്രായങ്ങളും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വളരെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കാരെയും കുറ്റപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമോ പേഴ്സണലി ബുദ്ധിമുട്ടിക്കാന്നൊരു ഉദ്ദേശമൊന്നുമില്ല. ഈ മതം ഇളകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മതം ഇളകുകയാണ് ഞാനിട്ട പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? നമുക്കുള്ള മതം, എല്ലാ ആൾക്കാരും ഓരോ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിനെപ്പറ്റി അവർ ഓവർ വറീഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഓവർ വറീഡ് ആവുന്നതിനെയാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, മതം ഉണ്ടായാൽ കുഴപ്പമില്ല, മതം ഇളകാതിരുന്നാൽ മതി. അതെ, മതമുള്ളതിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് എല്ലാവരും ഓരോ മതത്തിൽ നിലകൊള്ളുന്ന ആൾക്കാരാണ്, നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഒരു സെക്യുലറിസം ഉള്ളിടത്തൊന്നും കുഴപ്പമില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കണം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതോ കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ? ആരും ഇവിടെ ഒതുങ്ങി നിൽക്കൊന്നും വേണ്ട. ചേട്ടൻ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേറെ ആരുടെ മേലും ഇമ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിനല്ല ഞങ്ങളുടെ കാര്യമാണ് ശരി എന്നൊരു മണം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ, വേറെ ചേട്ടനൊന്നും ചെയ്യണ്ട. ശക്തി പ്രകടനങ്ങൾ ചെയ്യാമോ? എങ്ങനെ? അതായത് വലിയ ആഘോഷങ്ങൾ ഇത് എന്നോട് ചോദിച്ചിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണ്.